അങ്ങനെ 2025 അവസാനിക്കുന്നു. പുത്തൻ പ്രതീക്ഷകളുമായി 2026 നമ്മളുടെ മുന്നിൽ നിൽക്കുന്നു. 2025 നടന്ന സുപ്രധാന സംഭവങ്ങൾ ഓർമ്മപ്പെടുത്താൻ നിങ്ങളോടൊപ്പമുള്ളത് ലിൻ സൈനാടൻ. 2025 നമ്മൾ ഉറ്റുനോക്കുമ്പോൾ ആഗോള രാഷ്ട്രീയ, സാമ്പത്തിക, സാങ്കേതിക, സാംസ്കാരിക ഭൂപ്രകൃതിയെ രൂപപ്പെടുത്തുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന നിരവധി സുപ്രധാന സംഭവങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചു. അന്താരാഷ്ട്ര ഉച്ചകോടികൾ മുതൽ നൂതന സാങ്കേതിക കണ്ടുപിടുത്തങ്ങൾ വരെയുള്ള ഈ സംഭവങ്ങൾക്ക് ചരിത്രത്തിന്റെ ഗതിയെ പുനർനിർവചിക്കാൻ കഴിയും. ആഗോളതലത്തിൽ രക്തരൂക്ഷിതമായ സംഘർഷങ്ങൾ, കാലാവസ്ഥാ ദുരന്തങ്ങൾ, വിമാനാപകടങ്ങൾ, മാനുഷിക ദുരന്തങ്ങൾ, ഇതിലെല്ലാം അപ്പുറത്ത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകൾ 2025 ലോകം അടയാളപ്പെടുത്തിയ സംഭവങ്ങളെ ഇത്തരത്തിൽ ചുരുക്കി വിവരിക്കാം. ഗാസ, യുക്രൈൻ, സുഡാൻ യുദ്ധഭീകരതയുടെ ക്രൂരമായ മുഖം കണ്ട നാളുകൾ കൂടിയാണ് കടന്നുപോയത്. മനുഷ്യത്വം എന്തെന്ന ചോദ്യം പോലും ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും നിരന്തരമുയർന്നു. ഭൂചലനം, കാട്ടുതീ, ഉഷ്ണതരംഗം, കൊടുങ്കാറ്റ്, ഒന്നിനു പുറകെ ഒന്നായി പ്രകൃതി ദുരന്തങ്ങൾ സംഭവിച്ച വർഷമായിരുന്നു 2025. കാലാവസ്ഥാ ദുരന്തങ്ങൾ സാധാരണയായി മാറുന്ന നിലയിൽ സാഹചര്യങ്ങളെത്തി. 50 പേരുടെ ജീവനെടുത്ത ടിബറ്റിലുണ്ടായ ഭൂചലനം, 2200 പേരുടെ ജീവനെടുത്ത അഫ്ഗാനിസ്ഥാനിലുണ്ടായ ഭൂചലനം, യൂറോപ്യൻ രാജ്യങ്ങളിൽ 4700 പേരുടെ ജീവനെടുത്ത ഉഷ്ണതരംഗം, ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയ കാലിഫോർണിയയിലുണ്ടായ കാട്ടുതീ, 1040 പേർ മരിച്ച പാകിസ്ഥാനിലുണ്ടായ വെള്ളപ്പൊക്കം, ഈ ദാരുണമായ സംഭവങ്ങളെല്ലാം നടന്നത് ഈ 2025 2025 ഏപ്രിൽ 22 കാശ്മീരിലെ അനന്തനാഗ് ജില്ലയിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ മലയാളികൾ ഉൾപ്പെടെ 26 പേർ കൊല്ലപ്പെട്ടു. മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിലാണ് വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നിറയൊഴിച്ചത്. ഈ മൃഗീയമായ ഭീകരാക്രമണത്തിന് ഇന്ത്യ തിരിച്ചടിയും നൽകി. മെയ് 7 പുലർച്ചെ 1 മണിക്ക് പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും 9 ഭീകരതാവളങ്ങൾ വിവിധ സേനാ വിഭാഗങ്ങൾ ചേർന്ന് തകർത്തു. ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ദൌത്യത്തിന് പേര് നൽകിയത്. അതുപോലെ തന്നെ സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ സ്വന്തമാക്കിയ ലോകത്തെ 4ാമത്തെ രാജ്യമായി ഇന്ത്യ നേട്ടം കൈവരിച്ചത് 2025 അമേരിക്ക, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങളാണ് ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ച രാജ്യങ്ങൾ. 2025 മറ്റ് സുപ്രധാന സംഭവങ്ങൾ. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡൊണാൾഡ് ട്രംപ് ജനുവരി 20 അധികാരമേറ്റു. അമേരിക്ക ഫസ്റ്റ് എന്നതായിരുന്നു ട്രംപ് അധികാരമേൽക്കുമ്പോൾ മുഴക്കിയ മുദ്രാവാക്യം. അധികാരത്തിലെത്തിയ ഉടനെ തന്നെ ജോ ബൈഡൻ സർക്കാരിന്റെ 78 എക്സിക്യൂട്ടീവ് നടപടികൾ റദ്ദാക്കി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്നതിനിടെ ഇന്ത്യൻ വംശജകൂടിയായ സുനിത വില്യംസ് അവരുടെ 8ാമത്തെ ബഹിരാകാശ നടത്തം പൂർത്തിയാക്കി. സഹപ്രവർത്തകൻ ഹീഗിനൊപ്പമായിരുന്നു നടത്തം. മടക്കയാത്ര അനിശ്ചിതത്തിനായതിനാൽ 9 മാസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയേണ്ടി വന്നിരുന്നു സുനിത വില്യംസിനും ബാരി യൂജിൻ ബുച്ച് ബിൽമോറിനും. ഫ്ലോറിഡയ്ക്കടുത്ത് മെക്സിക്കൻ ഉൾക്കടലിലാണ് ഫ്രീഡം എന്ന ക്യാപ്സൂൾ ഇറങ്ങിയത്. ചരിത്രത്തിൽ ആദ്യമായി വനിതകൾ മാത്രമുള്ള ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തീകരിച്ചത് 2025 ന്യൂ ഷെപ്പേർഡ് പേടകത്തിലായിരുന്നു ഈ 6 വനിതകളുടെ യാത്ര. 10 മിനിറ്റ് 20 സെക്കൻഡിനുള്ളിലാണ് എല്ലാവരും ബഹിരാകാശത്തിലെത്തി മടങ്ങിയത്. പേടകം പാരച്യൂട്ടിൽ ടെക്സസിലെ മരുഭൂമിയിലിറങ്ങി. 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം മോഹൻലാലിന് ലഭിച്ചു. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന കണക്കിലെടുത്താണ് 55ാമത് പുരസ്കാരം മോഹൻലാലിന് നൽകിയത്. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ പരമോന്നത ബഹുമതിയായ ഫാൽക്കെ പുരസ്കാരം നേടുന്ന 2ാമത്തെ മലയാളിയാണ് മോഹൻലാൽ. 2004 സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ് ഇതിനു മുമ്പ് പുരസ്കാരം നേടിയ ആദ്യ മലയാളി. 2025 പത്മ പുരസ്കാര പട്ടികയിൽ 139 പേർ ഇടം പിടിച്ചു. മലയാള സാഹിത്യകാരൻ MT വാസുദേവൻ നായർ ഉൾപ്പെടെ 7 പേർ പത്മവിഭൂഷണ് അർഹരായി. ഇതൊരു മരണാനന്തര ബഹുമതിയായിട്ടാണ് MTക്ക് ലഭിക്കുന്നത്. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത് മാർപ്പാപ്പയായി ലിയോ 14 തെരഞ്ഞെടുത്തു. കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് സ്പ്രോവോ ആണ് ലിയോ 14 മാർപ്പാപ്പ എന്നറിയപ്പെടുക. 69 വയസ്സുള്ള ലിയോ 14 മാർപ്പാപ്പ അഗസ്റ്റീനിയൻ സഭാംഗമാണ്. 2023 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് റോബർട്ട് ഫ്രാൻസിസ് സ്പ്രോവോയെ കർദിനാളായി അഭിഷേകം ചെയ്തത്. അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പ കൂടിയാണ് ലിയോ 14 മാർപ്പാപ്പ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം വിഴിഞ്ഞത്തെത്തിയ സെലസ്റ്റീനോ മരസ്ക എന്ന മദർഷിപ്പിനെ പ്രധാനമന്ത്രി സ്വീകരിച്ചു. 2024 ജൂലൈയിലായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ നടത്തിയത്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സ്പോർട്ട് ലിമിറ്റഡുമായി ചേർന്ന് അദാനി ഗ്രൂപ്പാണ് തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവൃത്തികളും നടത്തിപ്പ് ചുമതലയും നിർവഹിക്കുന്നത്. അന്തർദേശീയ കപ്പൽപാതയുടെ 10 നോട്ടിക്കൽ മൈൽ അടുത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖത്തിന് 20 മീറ്റർ സ്വാഭാവിക ആഴമുണ്ട്. മദർഷിപ്പുകളെ സുരക്ഷിതമായി തീരത്തോടടുപ്പിക്കാൻ സാധിക്കുന്നതിനാൽ ഇന്ത്യയിലെ ആദ്യത്തെ മദർ പോർട്ട് അഥവാ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് എന്ന ഖ്യാതിയും വിഴിഞ്ഞത്തിനുണ്ട്. രാജ്യത്ത് ആദ്യമായി അതിദാരിദ്ര്യ മുക്തി കൈവരിക്കുന്ന സംസ്ഥാനമായി മാറി കേരളം. ഐക്യ കേരളത്തിന് 69 വയസ്സ് പൂർത്തിയായ നവംബർ 1 പ്രഖ്യാപനം നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രഖ്യാപനം നടത്തിയത്. 64,000-ഓളം കുടുംബങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടിയോടെയാണ് സംസ്ഥാനം ഈ നേട്ടം കൈവരിച്ചത്. 2025 വർഷം കേരളം ചർച്ച ചെയ്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. വാർത്തകൾക്കും വിവാദങ്ങൾക്കൊന്നും കുറവില്ലായിരുന്നു കേരളത്തിലും. ഭരണ പ്രതിപക്ഷത്തിന് നേരെ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ പതുപോലെ ഉയർന്നു. നേട്ടങ്ങളും കോട്ടങ്ങളും വിയോഗവുമൊക്കെ തലക്കെട്ടുകളായി മാറി. ഗോപൻ സ്വാമിയുടെ സമാധി, ആശാവർക്കർമാരുടെ ഉൾപ്പെടെ സമരങ്ങൾ, ശബരിമല സ്വർണ്ണക്കൊള്ള, രാഹുൽ മാങ്കൂട്ടത്തിൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിദാരിദ്ര്യ വിമുക്ത കേരളം, നടിയെ ആക്രമിച്ച കേസിലെ വിധി, കേരളം കണ്ട പോരാളിയായ രാഷ്ട്രീയ നേതാവ് VS അച്യുതാനന്ദന്റെ വിയോഗം,
ശ്രീനിവാസൻ എന്ന പ്രതിഭയുടെ വിയോഗം. ഇതെല്ലാം സംഭവിച്ചത് 2025 അതുപോലെ വർഷങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന അതിജീവിതയുടെ പോരാട്ടത്തിലെ വിധി കൂടെ നടന്നത് 2025 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ നടിയെ ആക്രമിച്ച കേസിൽ ഡിസംബർ 8 കോടതി വിധി പറഞ്ഞു. ബലാത്സംഗ കുറ്റം നിലനിൽക്കുമെന്ന് വിധിച്ച കോടതി 10 പ്രതികളിൽ 6 പേർ കുറ്റക്കാരാണെന്ന് വിധിച്ചു. അതേസമയം ദിലീപ് ഉൾപ്പെടെ 4 പ്രതികളെ കുറ്റവിമുക്തരാക്കിയതും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നു വർഷാവസാനത്തെ ചൂടുപിടിപ്പിച്ചത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സെമിഫൈനൽ എന്നാണ് എല്ലാവരും വിശേഷിപ്പിച്ചിരുന്നത്. ഡിസംബർ 9, 11 ദിവസങ്ങളിലായി 2 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് വൻ മുന്നേറ്റമാണ് ഉണ്ടായത്. വിവാദങ്ങൾക്ക് നേട്ടത്തിനൊപ്പം ചില വിയോഗങ്ങളും പോയ വർഷം തലക്കെട്ടുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാവ് VS അച്യുതാനന്ദന്റെ വിയോഗമായിരുന്നു കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തത്. ഒരു നൂറ്റാണ്ടിന്റെ സമരജീവിതം എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നു. രാഷ്ട്രീയ ഭേദമന്യേ സാധാരണക്കാരും വിവിധ കക്ഷി നേതാക്കളും വിലാപയാത്രയിൽ പങ്കാളികളായി. പ്രശസ്ത സാഹിത്യകാരൻ പ്രൊഫസർ MK സാനു, നടൻ മിമിക്രി ആർട്ടിസ്റ്റുമായ കലാഭവൻ നവാസ്, മലയാളത്തിന്റെ ഭാവഗായകൻ P ജയചന്ദ്രൻ, കമ്മ്യൂണിസ്റ്റ് ചെല്ലൻ, എഴുത്തുകാരൻ മുതിർന്ന മാധ്യമപ്രവർത്തകനായ TGS ജോർജ്, മലയാള സിനിമയിലെ അതുല്യ പ്രതിഭ ശ്രീനിവാസൻ എന്നിവരും 2025 നഷ്ടങ്ങളായി മാറി. 2025 കായിക വിശേഷങ്ങൾ. ഏഷ്യാകപ്പ് T20 ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ 5 വിക്കറ്റിന്റെ വിജയം ആഘോഷിച്ചു. ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ 3ാം വിജയമാണിത്. ഗ്രൂപ്പ് റൗണ്ടിലും സൂപ്പർ 4 റൗണ്ടിലും പാകിസ്ഥാനെതിരെ ഇന്ത്യ അനായാസം വിജയം നേടിയിരുന്നു. ഏഷ്യാകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ 9ാമത് കിരീടമാണ് 2025 ഫിഫ ക്ലബ് വേൾഡ് കപ്പ് 2025 ചെൽസി ചാമ്പ്യന്മാരായി. ന്യൂജേഴ്സിയിൽ നടന്ന ഫൈനലിൽ PSG-യെ 3-0 പരാജയപ്പെടുത്തിയാണ് ചെൽസി ക്ലബ് ചാമ്പ്യന്മാരായത്. ആദ്യമായി ടൂർണമെന്റിൽ 32 ക്ലബ്ബുകളാണ് പങ്കെടുത്തത്. ലോകത്തിലെ ഏറ്റവും മികച്ച പുരുഷ ഫുട്ബോൾ ടീമിനുള്ള കിരീടധാരണത്തിന് കൂടാതെ $1 ബില്യൺ സമ്മാനത്തുകയും ചെൽസിക്ക് ലഭിച്ചു. 2025 ഈ ന്യൂസ് റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുന്നു. ഒരു നല്ല പ്രതീക്ഷയുമായി 2026 നമുക്ക് വരവേൽക്കാം. എല്ലാ റേഡിയോ ലൈം ശ്രോതാക്കൾക്കും ഒരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് 2026 വീണ്ടും കേട്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലിൻസ് അയനാടൻ.